ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പറയുവാണ്, നമ്മൾ കാനഡയിൽ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രോവിൻസിലാണ്. ഞാനൊരു കുഞ്ഞ് IT പ്രൊഫഷണലാണ്. ഇന്നൊരു ബ്യൂട്ടിഫുൾ സണ്ണി മോർണിംഗ് ആണ്. നമ്മളപ്പോൾ രാവിലെ ഈ വെച്ചടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രായം തന്നെ നമ്മളൊരു കോഫിയാണ് ഓർഡർ ചെയ്തത്. നമ്മളൊരു കോഫി ഇവിടെ ഓർഡർ ചെയ്ത് കഴിയുമ്പം നമ്മുടെ നാട്ടിലെപ്പോഴും നല്ല ചൂട് ഫിൽറ്റർ കോഫി ഒന്നും കൊണ്ട് വെക്കത്തില്ല. ജസ്റ്റ് ഒരു ബ്ലാക്ക് കോഫി കൊണ്ട് വെക്കും. പിന്നെ ഷുഗറും മിൽക്കും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ വേണം പാലും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഈ കാപ്പിയെ നമുക്ക് വേണ്ട രീതിയിലാക്കി എടുക്കാൻ. ഇനി ചായ ചോദിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ടീ ബാഗും വാട്ടറും പിന്നെ മിൽക്കും ഷുഗറും എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ വേണ്ട രീതിയിൽ ചായയും ആക്കിയെടുക്കുക. അല്ലാതെ നമ്മുടെ കൂട്ടുള്ള പാലും വെള്ളവും ഒക്കെ തിളപ്പിച്ച് ചായപ്പൊടി കിട്ടുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിലെ ഈ വീട്ടിലെ ഊണെന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ ഒരു കുഞ്ഞി കനേഡിയൻ ഫാമിലി നടത്തുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻ്റ് ആണിത്. ഇവരൊക്കെ രാവിലെ 8 മണിക്ക് ഓപ്പൺ ആക്കും, വൈകിട്ട് 3 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. ഈ 3 മണി വരെയും ഇവരുടെ മെയിൻ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ്. ഇതൊരു 50 വർഷമായിട്ട് നടത്തുന്ന റെസ്റ്റോറൻ്റ് ആകട്ടോ. പിന്നെ എല്ലാവരും വിഷുവിന് സദ്യയൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇവിടെയും ഉള്ള എല്ലാ കേരള റെസ്റ്റോറൻറ്റ്സും വിഷുവിൻ്റെ അന്ന് സദ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും പോയി ഒരു അടിപൊളി സദ്യ വാങ്ങിച്ചായിരുന്നേ. പ്ലാസ്റ്റിക് ഇലയാ, ഒറിജിനൽ ഒന്നുമല്ല. പിന്നെ പപ്പടമൊക്കെ പൊടിച്ച് ഇങ്ങനെ ഒരു കുഞ്ഞി കവറിലിട്ട് തന്നേക്കുക വിത്ത് മുളക്. പിന്നെ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇവരുടെ പാക്കിംഗ് ആയിരുന്നു. നല്ല കാർഡ്ബോർഡിനകത്ത് എല്ലാ ഐറ്റംസും നല്ല ഭംഗിയായിട്ടാണ് പാക്ക് ചെയ്തത്. നമ്മൾ ഈ ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഈ ഓണസദ്യയും ഇഷ്ടസദ്യയും ഒക്കെ വാങ്ങിക്കുമ്പം അവരുടെ പാക്കിംഗ് തീരെ കൊള്ളത്തില്ലായിരിക്കും. അപ്പം പിന്നെ നമുക്ക് ഈ സദ്യ എല്ലാം കൂടെ അലുകുലുത്താവുന്ന ഒരു അവസ്ഥ എത്തും. ഇത് നമ്മൾ എത്തിയേക്കുന്നത് ഒരു ഷോപ്പിംഗ് മാളിലാണ്. ഞാൻ ഈ വെച്ചടിക്കുന്നത് ലഷ് സ്റ്റോർ നോക്കി പോവാണ്. യൂഷ്വലി ഞാൻ വാങ്ങിക്കുന്നത് ഇവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഓൺലൈനിലാണ്. പിന്നെ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ ഞാൻ നേരിട്ടൊന്ന് വാങ്ങിച്ചേക്കാൻ, കുറെ നാളായല്ലോ ഇവിടെ കയറിയിട്ടെന്ന് ആലോചിച്ചു. ഒരുമാതിരി എല്ലാ ബിഗ് ഷോപ്പിംഗ് മാളിലും ഇങ്ങനെ ഒരു സ്റ്റോർ ഉറപ്പായിട്ടും കണ്ടിരിക്കും. അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ സ്റ്റോറിന്റെ മെയിൻ അജണ്ട നമ്മളെ നല്ല വൃത്തിക്ക് പതപ്പിച്ച് കുളിപ്പിക്കുക എന്നുള്ളത്. ഈ കളർഫുൾ ആയിട്ടിരിക്കുന്നതെല്ലാം ബാത്ത് ബോംസാ കേട്ടോ. അടിപൊളിയല്ലേ കാണാന്. ഇതെല്ലാം ഒരെണ്ണം എടുത്ത് നമ്മുടെ ബാത്ത് ടബിലോട്ട് ഇടുക. പിന്നെ വെള്ളം പച്ച കളറായി, പിങ്ക് കളറായി, ഓറഞ്ചായി. ഈ പശുവിന്റെ ഷേപ്പിലുള്ള ബാത്ത് ബോംബ് കണ്ടോ? ടോബീസ് മാജിക് കൗ. ടോബിയുടെ മാജിക് പശു എന്ന് അതിന്റെ പേര് കേട്ടോ. എന്താ ക്രിയേറ്റിവിറ്റി അല്ലേ പേരിലും ഷേപ്പിലും ഒക്കെ. ഈ സ്റ്റോറിന്റെ പ്രത്യേകത ഇത്രയും വർണ്ണശബളം മാത്രമല്ല, ഇതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ഫ്രാഗ്രൻസാ. നമ്മൾ ഏതോ പേസ്ട്രി ഷോപ്പിൽ കയറിയതുപോലെ ഇരിക്കും. നമ്മൾ ഓർക്കും ഇതെല്ലാം കഴിക്കുന്ന സാധനങ്ങളാണെന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഈ മനുഷ്യനാണ് ഈ സാധനം ഉണ്ടാക്കിയത്. പുള്ളിയുടെ ഒരു ചെറിയ ഫോട്ടോയും പിന്നെ ഡേറ്റും പേരും എല്ലാം ഇവിടെ കൊടുത്തിരിക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവരുടെ എല്ലാം ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് കണ്ടോ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഫ്രഷ് ഫേസ് മാസ്കിന്റെ സ്ഥലത്താണ്. ഐസിന്റെ മുകളിലാണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. കാര്യം ഇതെല്ലാം റെഫ്രിജറേറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഈ ഫ്രഷ് ഫേസ് മാസ്ക് മാത്രം നമുക്ക് ഓൺലൈനിൽ അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്റ്റോറി വന്നേ വാങ്ങിക്കാൻ പറ്റും. വെറൈറ്റി ഫേസ് മാസ്ക് കേട്ടോ. റോസ് പെറ്റൽസിന്റെ ഫേസ് മാസ്ക്, പിന്നെ ഓട്സിന്റെ ഫേസ് മാസ്ക്, കോഫി, അങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ്. അപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടെ സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് വേണ്ടിയത് ഇതിനകത്തൊന്ന് പിക്ക് ചെയ്യാം. പക്ഷെ സംഭവം അടിപൊളിയാണ്. ഞാനിപ്പോ കുറെ വർഷമായിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് അറിയാം, നല്ലൊരു സൂത്തിങ് ആൻഡ് കൂളിംഗ് എഫക്ട് നമ്മുടെ ഫേസിന് കിട്ടും ഇതൊക്കെ ഇട്ട് കഴിയുമ്പം. ഇതും ഫേസ് മാസ്ക്, പക്ഷെ ഇതിന് വെച്ചാൽ നമുക്ക് 2-3 മന്ത്സ് ഒക്കെ ഒരു എക്സ്പയറി ഉണ്ട്. നമ്മൾ കണ്ട ഫ്രഷ് ഫേസ് മാസ്ക് ഇല്ലേ, അതിനൊക്കെ 2 വീക്സേ ഉള്ളൂ മാക്സിമം. കുഞ്ഞി പിള്ളേരൊക്കെ ഇത് വീട്ടിലിരിക്കുന്നത് കണ്ടാൽ വിചാരിക്കും വരെ തിന്നാനുള്ള ബിസ്ക്കറ്റ് ഒക്കെ ആയിരിക്കും എന്നല്ലേ. ഞാൻ തന്നെ ഈ സ്റ്റോറി കൂടി ഇങ്ങനെ ഓടി നടന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ കാണുമ്പോഴാണ് ഓക്കെ എന്നാ ശരി അതിന്റെ ഫ്രാഗ്രൻസ് ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് നോക്കി എന്റെ മൂക്കിന്റെ സ്മെല്ലിംഗ് കപ്പാസിറ്റി അടിച്ചു പോയെന്നാ തോന്നുന്നത്. ഈ സ്റ്റോറിന്റെ മെയിൻ കൺസ്യൂമേഴ്സ് ലേഡീസാ കേട്ടോ. ഞാൻ വളരെ റെയർ ആയിട്ട് ആണുങ്ങളെ കണ്ടിട്ടുള്ളൂ. പിന്നെ അവർക്ക് ഇങ്ങനെ കുളിക്കാനും നനയ്ക്കാനും ഒന്നും വലിയ താല്പര്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇത് ഞാൻ മനസ്സിൽ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഈ ഇരിക്കുന്നതൊന്നും മൈസൂർ പാക്കോ ബർഫിയോ ഒന്നുമല്ല. ചുമല, മഞ്ഞ എല്ലാ കളറും ഉണ്ട്. ഇതെല്ലാം കുളിക്കുന്ന സോപ്പുകളാണ്. ഈ സോപ്പ് ഇട്ട് വെക്കാനുള്ള ടിൻസ് ആണ് അവർ സൈഡിൽ വെച്ചേക്കുന്നത്. ഞാനിവരുടെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെ വർഷങ്ങളായിട്ട് ഇതൊക്കെ വാങ്ങിച്ച് എന്റെ കാശ് പോകുന്ന പോലെ ഇതൊക്കെ കാണിച്ച് ഇവിടെ ഉള്ളവരെ കുറച്ച് പേരെയൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ അവരുടെ കാശ് കൂടെ കളയാം എന്നൊരു ചെറിയ മോഹം മാത്രമേ എനിക്കുള്ളൂ. അതൊന്നും ഒരു തെറ്റല്ലല്ലോ. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും നോളജും നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നു മറ്റുള്ളവരോട്. കുളിക്കുകയും നനയ്ക്കുകയും മാത്രമല്ല കേട്ടോ. ഇത് പെർഫ്യൂംസും ഇരിപ്പുണ്ട് ഇവിടെ.
അങ്ങനെ സോപ്പും ഷാമ്പുവും ഒക്കെ മണപ്പിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാനൊരു ഷുഗർ കെയിൻ ജ്യൂസ് വാങ്ങിച്ചു. നല്ല ഷുഗർ കെയിൻ ജ്യൂസ് ആയിരുന്നേ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് കുറച്ചടുത്തുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അവിടെ നല്ലൊരു അടിപൊളി ഹോം ഡെക്കോർ സ്റ്റോർ ഉണ്ട്. നമുക്കൊക്കെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കോർ സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ കണ്ടിട്ട് ഒരു കടയിലോട്ടോ 1-2 കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ടത് അപ്പം കിട്ടണമെന്നില്ല അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഡെക്കോർ സ്റ്റോറിൽ കയറാനേ. ഒന്നും വാങ്ങിച്ചില്ലേലും ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാൻ വേണ്ടി. നമ്മളിങ്ങനെ ചുമ്മാ റൗണ്ട് അടിക്കാൻ പോകുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് നമ്മുടെ കണ്ണിലുടക്കുന്നതും നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റുന്നതും. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരേ സാധനം ഒരേ പ്ലേസിൽ കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ ബോറടിക്കും. അപ്പം നമ്മളത് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റിയാൽ മതി. അങ്ങനെ റൂം പോലും മാറ്റണം എന്നില്ല, ജസ്റ്റ് പ്ലേസ് ഒന്ന് മാറ്റിയാൽ മതി. അപ്പം തന്നെ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും ഇല്ലേ? ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഇവർ താമസിക്കുന്ന വീട് വരെ ബോറടിക്കും. അപ്പോൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ അത് വിറ്റിട്ട് അവർ വേറെ സ്ഥലത്ത് പോയി വേറെ വീട് വാങ്ങിച്ച് താമസിക്കുന്ന പാർട്ടീസാണ്. ഈ ഒരു സ്റ്റോർ അത്ര കളർഫുൾ അല്ല. ഇവർക്ക് കുറച്ച് വാം ആൻഡ് ന്യൂട്രൽ കളേഴ്സ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെ ഒരു റസ്റ്റിക് സ്റ്റൈലാണ്. പിന്നെ ഒരു വീടിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനായിരിക്കണം. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും ചൂസ് ചെയ്യുന്നതും ഒക്കെ കളർ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു പീസിന്റെ ഡിസൈൻ ആയിക്കോട്ടെ, എന്തും. അല്ലാതെ നമ്മൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വേറൊരു ഗുണം, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോഴ്സിൽ കൂടെ കറങ്ങി നടക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് കിട്ടും. ഇങ്ങനെ കൊള്ളാമായിരിക്കും നമ്മളെ വീട്ടിൽ ചെയ്താല്. അപ്പൊ നമുക്ക് ഐഡിയാസ് കളക്ട് ചെയ്യാം എവിടെ പോയാലും. അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. പക്ഷെ ഐഡിയാസ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് നോ പ്രോബ്ലം. കാര്യം ചിലരൊക്കെ വീടിന്റെ ഇന്റീരിയേഴ്സ് ചെയ്യാൻ പൂർണ്ണമായിട്ടും വേറൊരാൾക്ക് അങ്ങ് വിട്ടുകൊടുക്കും. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ആ വീടിന്റെ ഇന്റീരിയർ പിന്നെ ആ പൂർണ്ണമായിട്ട് നമ്മൾ ആർക്കാണോ വിട്ടുകൊടുത്തത് അവരുടെ ഐഡിയാസിലായിരിക്കും അതിന്റെ ഉൾവശം പോകുന്നത് അല്ലേ? പക്ഷെ അവിടെ താമസിക്കുന്നത് നമ്മളാ. അപ്പൊ അങ്ങനെ ചെയ്യല്ലെന്നാണ് എന്റെ ഒരു സജഷൻ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ നമ്മുടെ ലഷിയിൽ നിന്ന് പറക്കിയെടുത്ത പ്രോഡക്ട്സ് കേട്ടോ. ഒരു ഫ്രഷ് ഫേസ് മാസ്ക് എടുത്തതിന്റെ പേരായിരുന്നു ഡോണ്ട് ലുക്ക് അറ്റ് മീ. എനിക്കിതിന്റെ പേരങ്ങ് ഇഷ്ടപ്പെട്ടു. പേര് മാത്രമല്ല കേട്ടോ, സംഭവം കൊള്ളാമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമായിരുന്നത്. പിന്നെ ഈ ഷവർ ജെൽ ഹാപ്പി ഹിപ്പി എന്ന് പറയുന്നതും, പിന്നെ ഈ ഒരു ഫേസ് ആൻഡ് ബോഡി മാസ്ക്, പിന്നെ ഈ 2 ബോഡി സോപ്പും. ഇതൊരു കുഞ്ഞു ഡബ്ബയ്ക്കകത്ത് അവരൊരു ബോഡി വാഷിന്റെ സാമ്പിൾ തന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് താങ്ക്സ്. നമുക്ക് വീണ്ടും വേറൊരു വ്ലോഗിൽ കൂടെ കാണാം. അതുവരേക്കും ബൈ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she put